ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് എക്കണോമിക് വാല്യൂ ആഡഡിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നോക്കിയത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് EVA ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ വെറുതെ ഒരു ഫോർമുല അപ്ലൈ ചെയ്തോളൂ. ഇനി ആക്ച്വൽ ലൈഫിൽ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് എക്കണോമിക് വാല്യൂ ആഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിന് കുറേ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം എക്സ്പെൻസ് ആണ്. ലോങ് ടേം എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസ് ആണ് ലോങ് ടേം എക്സ്പെൻസ്. പക്ഷേ അതിന് ലോങ് ടേം എന്ന് പറയാൻ കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ പീരീഡ് ഉണ്ടാവും. അതായത് ഒരു കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ടൈം ഉണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രാൻഡിങ്, ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓൾഡ് പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുക. നമ്മൾക്കറിയാം, ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ലോഗോ മുന്നത്തേതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനെ റീബ്രാൻഡ് ചെയ്തവർ. അതുപോലെ തന്നെ ക്ലബ് FM അതിൻ്റെ ലോഗോ ഇപ്പോൾ മാറിയിട്ടുണ്ട്. പണ്ടൊരു ഓറഞ്ച് കളറായിരുന്നു, ഇപ്പോൾ ഒരു യെല്ലോ കളറായി. അപ്പോൾ അതിനെയൊക്കെ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റീബ്രാൻഡ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിലാണ് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എത്ര കാലം കിട്ടും, ഓവർ ദ പീരീഡ് ഓഫ് ടൈം കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ, ഒരു വർഷത്തേക്കല്ല, പിന്നീട് വരുന്ന വർഷങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ എക്സ്പെൻസുകളെയാണ് ലോങ് ടൈം എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ എക്കണോമിക് വാല്യൂ ആഡർ അല്ലെങ്കിൽ EVA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ എക്സ്പെൻസുകളെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. കൂടാതെ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ കൂടെയും ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ എവിടേക്ക് ആഡ് ബാക്ക് ചെയ്യുക? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഒപ്പം ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഒപ്പം ആഡ് ബാക്ക് ചെയ്യുക. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ, രണ്ട് എക്കണോമിക് ഡിപ്രീസിയേഷൻ. അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 16 അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് സർട്ടൻ അക്കൗണ്ടിങ് പോളിസീസിനെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. നമ്മുടെ കമ്പനീസ് ആക്റ്റിൽ ഒരു ഡിപ്രീസിയേഷൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇൻകം ടാക്സ് ആക്റ്റിൽ ഒരു ഡിപ്രീസിയേഷൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പോളിസിയുടെ ആൻഡ് റെഗുലേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷനാണ്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന് ഒരു യൂസ്ഫുൾ ലൈഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, അതിനെ അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ എന്ന് പറയും. പക്ഷേ എക്കണോമിക് ഡിപ്രീസിയേഷൻ അങ്ങനെയല്ല. ഒരു അസറ്റിന് ആക്ച്വലി എത്ര വെയർ ആൻഡ് ടയർ വന്നിട്ടുണ്ട്, എത്ര ഡിപ്ലീഷൻ ഇൻ വാല്യൂ വന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷനാണ് എക്കണോമിക് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അത് ആക്ച്വൽ വെയർ ആൻഡ് ടയർ, ആക്ച്വൽ യൂസേജിനെ ബേസ് ചെയ്തുള്ള വെയർ ആൻഡ് ടയർ നോക്കിയാണ് ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ യൂസേജിനെ ബേസ് ചെയ്തല്ല, ഒരു യൂസ്ഫുൾ ലൈഫിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു അസറ്റിന് 15 വർഷമാണ് ലൈഫ്, യൂസ്ഫുൾ ലൈഫ്, അത് കഴിഞ്ഞാൽ സ്ക്രാപ്പ് ആവും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എക്കണോമിക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലൈഫല്ല, അതിൻ്റെ യൂസേജിനെ ബേസ് ചെയ്ത്. അപ്പോൾ അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ ഒപ്പം ആഡ് ബാക്ക് ചെയ്യണം, എക്കണോമിക് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ അക്കൗണ്ടിങ് ഡിപ്രീസിയേഷനും എക്കണോമിക് ഡിപ്രീസിയേഷനും തമ്മിലുള്ള വ്യത്യാസം ക്യാപിറ്റൽ എംപ്ലോയിഡിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ്. ചില എക്സ്പെൻസുകളുണ്ട് ആക്ച്വൽ ക്യാഷ് ഫ്ലോ നടക്കില്ല, അതായത് ഔട്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് കോൺട്രാക്ട്, ഫോറക്സ് കോൺട്രാക്ട്സ്, അതിൻ്റെ ലോസ് ആക്ച്വലി ഇൻകർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇയർ എൻഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കറൻസി മാറ്റം, ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ഉള്ള ലോസൊക്കെ എന്ത് ചെയ്യണം? നോൺ ക്യാഷ് എക്സ്പെൻസ് അല്ലെങ്കിൽ ചാർജ് ഓഫ് ചെയ്യണം. പക്ഷേ ആക്ച്വൽ ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത കുറേ എക്സ്പെൻസുകളുണ്ട്, അതിനെയാണ് നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുക. അങ്ങനത്തെ എക്സ്പെൻസുകളെല്ലാം നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഒപ്പവും ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഒപ്പവും ആഡ് ബാക്ക് ചെയ്യണം. ഇനി നോൺ ക്യാഷ് ഇൻകം, നോൺ ക്യാഷ് എക്സ്പെൻസിൻ്റെ നേരെ എക്സാക്ട് റിവേഴ്സ് പൊസിഷനാണ് നോൺ ക്യാഷ് ഇൻകത്തിന്. ഇത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ അവിടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അവസാനത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആണ്. ടാക്സ് പ്രൊവിഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, പ്രൊവിഷൻ ഫോർ എക്സ്പെൻസസ്, അലവൻസ് ഫോർ സ്റ്റോക്ക്, അതൊക്കെ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒപ്പം, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഒപ്പം ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഒപ്പം. അങ്ങനെ റിവേഴ്സ്ഡ് നോപ്പാറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളൊരു ഫോമാറ്റാണ്, ഒരു പ്രൊഫോമയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതിൻ്റെ ഒപ്പം നോൺ റിക്കറിങ് എക്സ്പെൻസുകൾ ആഡ് ബാക്ക് ചെയ്യുക. നോൺ റിക്കറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്നും സ്ഥിരമായിട്ട് സംഭവിക്കാത്ത എക്സ്പെൻസുകൾ, അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലാതെ സംഭവിക്കുന്ന എക്സ്പെൻസുകൾ, ലോസ് ആവാം, ഫാക്ടറി എന്താ പറയുക, ഡാമേജ് ഓഫ് സ്റ്റോക്ക് ആവാം. അതുപോലത്തെ നോൺ റിക്കറിങ് എക്സ്പെൻസുകളൊക്കെ ആഡ് ബാക്ക് ചെയ്യുക. ആഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വന്നിരിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ആഡ് ബാക്ക് ചെയ്യുക. ആഡ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്യുക. പോയിൻ്റ് നോട്ട് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്യുക. നമ്മൾ എബിറ്റ്
ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ലെസ് ഇൻട്രസ്റ്റ്, ആ ലെസ് ഇൻട്രസ്റ്റ് ചെയ്യേണ്ട, ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എബിറ്റ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ടാക്സേഷൻ്റെ പ്രൊവിഷൻ, എന്തെങ്കിലും പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് നോൺ റിക്കറിങ് ഇൻകം ലെസ് ചെയ്യുക, നോൺ റിക്കറിങ് എക്സ്പെൻസ് നോൺ റിക്കറിങ് ഇൻകം ലെസ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. R&D അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വാല്യൂവിൽ വരുന്ന ഡിപ്ലീഷൻ, അല്ലെങ്കിൽ അതിന് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷനാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുക, അത് ലെസ് ചെയ്യുക. കൂടാതെ ക്യാഷ് ഓപ്പറേറ്റിംഗ് ടാക്സസ് അതും ലെസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, നെറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ റിവൈസ്ഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, എക്കണോമിക് വാല്യൂ ആഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. Compute EVA of Kiran Limited from the information given in income statement and balance sheet. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. നമ്മൾക്ക് EVA കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് 2000, ഡയറക്റ്റ് കോസ്റ്റ് 800, സെല്ലിംഗ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 400, എബിറ്റ് 800. അപ്പോൾ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 800. അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക 200, ലെസ് ടാക്സ് 200, ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് 400. ബാലൻസ് ഷീറ്റ് വന്നിട്ടുണ്ട്, കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് 2000, കറൻറ്റ് അസറ്റ് 600. 2600 ആണ് ഇവിടെ വരേണ്ടത്, ഇവിടെ 1300 തെറ്റായിട്ട് പ്രിൻറ്റ് ചെയ്തേക്കാണ്. 2600 വരണം. ഇക്വിറ്റി 1400, റിസർവ്സ് 200, നോൺ കറൻറ്റ് ബോറോയിങ്സ് അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് 200, കറൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് 800. അസ്യൂം ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ഓഫ് ₹40 ഇൻക്ലൂഡഡ് ഇൻ SGA. SGA എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അപ്പോൾ ഈ 400 രൂപയിൽ എന്തിൻ്റെ പ്രൊവിഷൻ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന് 40 രൂപയുണ്ട്. കൂടാതെ 40 റെഡ്യൂസ്ഡ് ഫ്രം ട്രേഡ് റിസീവബിൾസ് ഇൻ കറൻറ്റ് അസറ്റ്സ്. ഈ 600 രൂപ കറൻറ്റ് അസറ്റ്സിൽ 40 rupees കുറച്ചാണ് കാണിച്ചേക്കുന്നത്, പ്രൊവിഷൻ കുറച്ച് കാണിക്കണം, അത് കാണിച്ചിട്ടുണ്ട്. അസ്യൂം കോസ്റ്റ് ഓഫ് ഡെറ്റ്, ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് 12%, 20% ആൻഡ് 8% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, എക്കണോമിക് വാല്യൂ ആഡഡ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് നോ പാറ്റ് കാണാം, എബിറ്റ്. ഇവിടെ എബിറ്റ് എടുത്താൽ മതി നമ്മൾക്ക്, അല്ലേ, ഇൻട്രസ്റ്റ് എന്തായാലും ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ ഇത് എടുക്കുകയാണെങ്കിൽ 400 എടുക്കുകയാണെങ്കിൽ ഇത് ആഡ് ബാക്ക് ചെയ്യണം. നമ്മൾക്കപ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാം, 800 എടുക്കാം. അപ്പോൾ എബിറ്റ് ഈസ് 800 ലെസ് ടാക്സസ് ലെസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 600 കിട്ടും. ഇവിടെ നോക്കേണ്ടത് ടാക്സസ് ലെസ് ചെയ്യണം, പക്ഷേ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആണെങ്കിൽ ഇത് ആഡ് ബാക്ക് ചെയ്യണമായിരുന്നു. ഇവിടെ ടാക്സസ് ആണ്, ഇവിടെ പ്രൊവിഷൻ എന്നല്ല പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ലെസ് ചെയ്തു. 800 ലെസ് ടാക്സസ് 200, അപ്പോൾ 600 കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇവിടെ 400 ഇത് എടുക്കുകയാണെങ്കിൽ 400, അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്യണം, അപ്പോൾ 600. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. എബിറ്റ് എടുക്കുകയാണെങ്കിൽ ടാക്സ് ലെസ് ചെയ്യുക, 800 - 200 600. ഇനി EAT ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 600 തന്നെ കിട്ടും. കൂടാതെ നോൺ ക്യാഷ് എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ പ്രൊവിഷൻ ഉണ്ടല്ലേ ഒരു 40 രൂപ, അതെന്ത് ചെയ്യണം, നോൺ ക്യാഷ് എക്സ്പെൻസ് നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, നോൺ ക്യാഷ് എക്സ്പെൻസ് എല്ലാം ആഡ് ബാക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആഡ് ബാക്ക് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ നമ്മളിവിടെ ആ പ്രൊവിഷൻ ഇവിടെ എന്ത് ചെയ്തു, ആഡ് ബാക്ക് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ റിവൈസ്ഡ് നോ പാറ്റ് കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ടെക്സ്റ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എപ്പോഴും കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി പ്ലസ് ഡെറ്റ് ചെയ്യുക. ഇക്വിറ്റി പ്ലസ് ഡെറ്റ് അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. ഇവിടെ ടോട്ടൽ അസറ്റ്സ് പ്രോബ്ലത്തിൽ തന്നേക്കുന്ന എത്രയാണ്, 2000 + 600 2600 അല്ലേ, അതിവിടെ എഴുതി. ഇനി നമുക്ക് കറൻറ്റ് ലയബിലിറ്റീസ് ലെസ് ചെയ്യണം. കറൻറ്റ് ലയബിലിറ്റീസ് എത്രയാണ് തന്നേക്കുന്നത്, 800 തന്നിട്ടുണ്ട്. അപ്പോൾ 2600 - 800 1800 ആണ് എന്ത്, ക്യാപിറ്റൽ എംപ്ലോയിഡ്. പക്ഷേ ഇവിടെ പ്രൊവിഷൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ട് അല്ലേ, അതെന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ 1800 + 40 1840, ഇതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി നോ പാറ്റ് കിട്ടി, ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടി. ഇനി നമുക്ക് വേണ്ട വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, ഇക്വിറ്റി കോസ്റ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇക്വിറ്റിയും ഡെറ്റും ഇതിൽ എത്രയാണ്, എത്ര പോർഷനാണ് ടോട്ടൽ അസറ്റ്സിൽ അല്ലെങ്കിൽ ടോട്ടൽ ഇക്വിറ്റി പ്ലസ് ഡെറ്റിൽ എത്ര പോർഷൻ ഇക്വിറ്റി ഉണ്ട്, എത്ര പോർഷൻ ഡെറ്റ് ഉണ്ടെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1600 ആണ്. ആക്ച്വലി 1800 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ
1800 എടുത്ത് ചെയ്ത് നോക്കാം നിങ്ങൾ. ഞാനിവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ 1800 കൂടി എടുത്ത് നോക്കാം. അപ്പോൾ 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400 പ്ലസ് റിസർവ്സ്, ഇതാണ് അവർ എടുത്തേക്കുന്നത്. 1600 ഇക്വിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇക്വിറ്റി പ്ലസ് റിസർവ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1400 എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി ടോട്ടൽ ഇക്വിറ്റിയിൽ എത്ര? 1400 ഡിവൈഡഡ് ബൈ 1600. അത് പ്രൊപ്പോർഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ? 8% മൾട്ടിപ്ലൈഡ് ബൈ 8%. 1400 ഡിവൈഡഡ് ബൈ 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇക്വിറ്റി അല്ലെങ്കിൽ ടോട്ടൽ അസറ്റിൽ എത്ര പെർസെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇക്വിറ്റി, എത്ര പ്രൊപ്പോർഷൻ ഉണ്ട് ഇക്വിറ്റി എന്നാണ് നോക്കുന്നത്. അപ്പോൾ 1400 ഡിവൈഡ് ബൈ 1600, നിങ്ങൾ 1400 ഡിവൈഡ് ബൈ 1800 ഇട്ട് തന്നെ ചെയ്യാം. ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 8% പ്ലസ് ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണണം അല്ലേ? ഡെറ്റ് എത്ര പ്രൊപ്പോർഷൻ ഉണ്ട് മൊത്തം ക്യാപിറ്റൽ എംപ്ലോയിഡിൽ? 200 ഡിവൈഡഡ് ബൈ 1600. നിങ്ങൾ 200 ഡിവൈഡഡ് ബൈ 1800 ഇട്ട് ചെയ്യുക. 200 ഡിവൈഡഡ് ബൈ 1600 മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഡെറ്റ് എത്രയാണ്? 12%. കോസ്റ്റ് ഓഫ് ഡെറ്റ് 12% ആണ്. പക്ഷേ കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ കാണുമ്പോൾ നമ്മൾക്ക് എന്താ കാണേണ്ടത്? ടാക്സ് റേറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യണം. 1 മൈനസ് 0.2. അപ്പോൾ 12% ഇൻറ്റു 1 മൈനസ് 0.2, അതായത് 12% ഇൻറ്റു 0.8. അപ്പോൾ എത്ര കിട്ടും? 8.4% കിട്ടും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് നോ പാറ്റ് കിട്ടി, ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നോ പാറ്റ് ഇ വി എ കാണാം അല്ലേ? ഇ വി എങ്ങനെയാണ്? അവിടെ ക്യാപിറ്റൽ നോ പാറ്റ് മൈനസ് ക്യാപിറ്റൽ ചാർജ് അല്ലെങ്കിൽ നോ പാറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൾട്ടിപ്ലൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടെ 1840 ആണ് ഈ പ്രോബ്ലത്തിൽ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇട്ടേക്കുന്നത് 1840 ആണ്. ഇവിടെ തെറ്റായിട്ട് ഇട്ടേക്കാണ്, പക്ഷേ ആൻസർ കറക്റ്റാണ്. അപ്പോൾ 1840 മൾട്ടിപ്ലൈഡ് ബൈ 8.4% അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എത്ര കിട്ടും? 154 കിട്ടും. ഇതാണ് ക്യാപിറ്റൽ ചാർജ്. ക്യാപിറ്റൽ ചാർജ് നോ പാറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. അതായത് നോ പാറ്റോടെ 640 കിട്ടിയിട്ടുണ്ട്. 640 മൈനസ് 154, 486 ആണ് എക്കണോമിക് വാല്യൂ ആഡഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 പകരം 1800 ഇട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്രയാണ് എമൗണ്ട് നോക്കുക, എത്രയാണ് ഇ വി എ വരുന്നതെന്ന് നോക്കുക. ഇവിടെ 1600 ഇട്ടാണെങ്കിൽ 486 ആണ് ഇ വി എ. അപ്പോൾ മറക്കാതെ ഇരിക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡിന് 2 ഫോമുലയാണുള്ളത്. ഒന്നില്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി പ്ലസ് ഡെറ്റ്. ഇനി അടുത്ത ഇല്ലസ്ട്രേഷൻ, എ കമ്പനീസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഈസ് ഗിവൺ. അപ്പോൾ കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അസ്യൂം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് 13% ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് 8%. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് നോ പാറ്റ്, ഐഡൻറ്റിഫൈ കമ്പനീസ് ക്യാപിറ്റൽ, ഡിറ്റർമിൻ എ റീസണബിൾ ക്യാപിറ്റൽ കോസ്റ്റ് റേറ്റ്, കാൽക്കുലേറ്റ് കമ്പനീസ് ഇ വി എ. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും അഡീഷണൽ ഇൻഫർമേഷനായിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെറ്റും തന്നിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നോ പാറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോ പാറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് എല്ലാ ഇൻഫർമേഷനും തന്നിട്ടുണ്ടല്ലേ. നെറ്റ് സെയിൽസ് 2600, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1400, സെല്ലിംഗ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 400, ഡിപ്രീസിയേഷൻ 150, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 100, അങ്ങനെ 2050 കിട്ടും. ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് ഇൻകം 550 തന്നിട്ടുണ്ട്. 550 അതിൽ നിന്ന് പ്രോബ്ലം ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറച്ചിട്ടുണ്ട്. നമ്മൾക്കത് എന്താ ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് ചെയ്യുന്നതിന് പകരം ഇതെടുത്താൽ മതി അല്ലേ. ഇത് ഓൾറെഡി ഇൻട്രസ്റ്റ് പോർഷൻ കുറയ്ക്കാത്തത്. അപ്പോൾ 550 എടുക്കുക. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുക? ടാക്സ് പോർഷൻ ലെസ് ചെയ്യുക. ടാക്സ് എത്രയാണ് ഇവിടെ തന്നേക്കുന്നത്? 140 റുപ്പീസ്. അപ്പോൾ 550 ലെസ് 140. അപ്പം നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര കിട്ടും? 410. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഈ എമൗണ്ട് എടുക്കുക, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതായത് പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടാണ് ഈ 210. അതിൻ്റെ ഒപ്പം എന്ത് ആഡ് ബാക്ക് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്താൽ മതി അല്ലേ. 210 പ്ലസ് 200. അപ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? നോ പാറ്റ് 410 തന്നെ കിട്ടും. ഇത് ഉപയോഗിച്ചാലും ഈ മെത്തേഡ് ഉപയോഗിച്ചാലും സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ 2 മെത്തേഡിൽ ചെയ്ത് നോക്കുക. നോ പാറ്റ്, അഡ്ജസ്റ്റഡ് നോ പാറ്റ് കിട്ടി. ഇനി നമ്മൾക്ക് കമ്പനിയുടെ ക്യാപിറ്റലാണ് കാണേണ്ടത്. കമ്പനിയുടെ ക്യാപിറ്റൽ മീൻസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ ഫോമുല നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ടോട്ടൽ അസറ്റ്സ് എത്രയുണ്ട്? 2350. അപ്പം നോർമലി ചെയ്യേണ്ടത് 2350യിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ലെസ് ചെയ്യുക. 100, 250, 300. ഇവിടെ പ്രോബ്ലത്തിൽ പക്ഷേ ഇവിടെ ഷോർട്ട് ടേം ഡെറ്റ് എന്നാണ് പറഞ്ഞെങ്കിലും ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിൽ അവർ ഇത് ലോങ് ടേം ഡെറ്റായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തൽക്കാലം
ആ സൊല്യൂഷനിൽ തന്നെ പോകാം. നിങ്ങൾ പക്ഷേ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഷോർട്ട് ടേം ഡെറ്റും കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് തന്നെ എടുക്കണം. ഇവിടെ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഹെഡിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത്, പക്ഷേ പ്രോബ്ലം ഓർഡർ ചെയ്തപ്പോൾ തെറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2350 -100 -250 -300 അതാണ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. പക്ഷേ ഇവിടെ അക്കൗണ്ട്സ് പേയബിളും അക്രൂഡ് എക്സ്പെൻസും മാത്രമേ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ്? 100 + 250 350. ടോട്ടൽ അസറ്റ്സ് 2350 ലെസ് 100 ലെസ് 250. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 കിട്ടും അല്ലേ? കണ്ടോ, 2000. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം? ഇക്വിറ്റി പ്ലസ് ഡെറ്റ് എടുക്കാം. ഇക്വിറ്റിയുടെ ടോട്ടൽ 940, ഡെറ്റിൻ്റെ ടോട്ടൽ ലോങ് ടേം ഡെറ്റിൻ്റെ ടോട്ടൽ 760 + 300. അപ്പോൾ 940 + 760 1700 + 300 2000. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2000 ക്യാപിറ്റൽ എംപ്ലോയിഡ് സെയിം തന്നെ കിട്ടും. അപ്പോൾ 2 ഫോർമുല അപ്ലൈ ചെയ്യാം. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ഡെറ്റ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തിട്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2350 ടോട്ടൽ അസറ്റ്സ്, അതിൽ നിന്ന് അക്കൗണ്ട്സ് പേയബിളും അക്രൂഡ് എക്സ്പെൻസും കറണ്ട് ലയബിലിറ്റി കുറച്ചു 2000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ കോസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ WACC വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ആദ്യം നമ്മൾക്ക് ഇക്വിറ്റി എത്ര പോർഷൻ ഉണ്ട്, ഡെറ്റ് എത്ര പോർഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഇക്വിറ്റി എത്ര ഉണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ അസറ്റ്സ് എത്രയാണ് നിൽക്കുന്നത്? 2350. ഇവിടെ ഓർഡർ ചെയ്തേക്കുന്ന ടോട്ടൽ അസറ്റ്സ് എടുത്ത് ആക്ച്വലി ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ എത്ര പോർഷൻ ഉണ്ട് ഇക്വിറ്റി, എത്ര പോർഷൻ ഡെറ്റ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ നോക്കുമ്പോൾ അതിൽ എത്ര പോർഷൻ ഇക്വിറ്റി ഉണ്ട്, എത്ര പോർഷൻ ഡെറ്റ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി എടുക്കേണ്ടിയിരുന്നത് 2000 ആണ്, പക്ഷേ ഓർഡർ ഇവിടെ തെറ്റ് ആണ് എഴുതിയേക്കുന്നത് 2350. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 940 / 2000 ചെയ്യുക. അപ്പോൾ ഇവിടെ 2350 ഇടുകയാണെങ്കിൽ ഇക്വിറ്റിയുടെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40%, അതായത് 2350 രൂപ ടോട്ടൽ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 940 റുപ്പീസ് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. ബാക്കി 60% എന്തായിരിക്കും? അപ്പോൾ ഡെറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണുമ്പോൾ WACC കാണുമ്പോൾ 40% പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി 40%. അവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ് നിൽക്കുന്നത്? 13%, കോസ്റ്റ് ഓഫ് ഡെറ്റ് 8%. അപ്പോൾ 40%ൻ്റെ 13% പ്ലസ് 60%, ഡെറ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 60%, അതിൻ്റെ മൾട്ടിപ്ലൈ എന്ത് വെച്ച്? കോസ്റ്റ് ഓഫ് ഡെറ്റ് വെച്ച്. അപ്പോൾ 40% × 13% പ്ലസ് 60% × 8%. അപ്പോൾ എത്ര കിട്ടും? 10% കിട്ടും. ഇതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ 2000 വെച്ച് ചെയ്ത് നോക്കുക. അതായത് ടോട്ടൽ ഇക്വിറ്റി 940. ടോട്ടൽ ഇക്വിറ്റി അവിടെ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട് കണ്ടോ? ഇക്വിറ്റി എന്നുള്ള ഹെഡിങ്ങിൻ്റെ ഇടയിൽ 300 + 300 + 430 + 210 ടോട്ടൽ 940. ഇക്വിറ്റി 940 എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് 2000 × 100. അപ്പോൾ എത്രയാണ് ഇക്വിറ്റിയുടെ ടോട്ടൽ? ക്യാപിറ്റൽ എംപ്ലോയിഡ് 2000 ഉണ്ട്, അതിൽ 47% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റിയാണ്. ബാക്കി 53% എന്തായിരിക്കും? ഡെറ്റ് ആയിരിക്കും. അതായത് 1060 ഡിവൈഡഡ് ബൈ 2000 × 100. 1060 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, 300 + 760, അപ്പോൾ 53% കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമെന്നുണ്ടെങ്കിൽ 14% പ്രൊപ്പോർഷൻ മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പ്ലസ് 53% ഓഫ് ഡെറ്റ് മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ എത്ര കിട്ടും? 10.35% കിട്ടും. ഇനി എക്കണോമിക് വാല്യൂ ആഡഡ് ഈ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ എക്കണോമിക് വാല്യൂ ആഡഡ് എങ്ങനെയാണ്? നോപാറ്റ്, അതായത് നോപാറ്റ് എത്ര കിട്ടിയേക്കുന്നത്? 410 മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 × വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ 410 മൈനസ് 2000 × 0.10, അതായത് 210 റുപ്പീസാണ് EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണ്, 2000 എടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 410 നോപാറ്റ് സെയിം തന്നെയാണ്, ലെസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് സെയിം തന്നെയാണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് മാത്രം വ്യത്യാസമുണ്ട്. അവിടെ 10 ആയിരുന്നു, അടിയിൽ വന്നപ്പോൾ 10.35 ആയി. അപ്പോൾ 2000ൻ്റെ 10.35% കാണാം. അതാണ് എന്ത് പറയുക? ക്യാപിറ്റൽ ചാർജ്. അപ്പോൾ 410 മൈനസ് 207 203. മുകളിൽ 210 കിട്ടി, ഇവിടെ 203 കിട്ടി. ഇതാണ് കറക്റ്റ് മെത്തേഡ്. ഇത് ഓർഡറിന് ചെറിയ തെറ്റ് പറ്റിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ മെത്തേഡിൽ ചെയ്തു പോവുക. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റഡ് അഡ്വർടൈസിങ് ഏജൻസി AAA just announced that the current financial year's income statement reports its net income to be 12 lakh. അപ്പോൾ AAA എന്ന് പറയുന്ന ഒരു കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ അനൗൺസ് ചെയ്തു. അതിൽ നെറ്റ് ഇൻകം 12 lakh ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്
AAA's മാർജിനൽ ടാക്സ് റേറ്റ് ഈസ് 40%. ടാക്സ് റേറ്റ് 40% ആണ്. ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഫോർ ദ ഇയർ വാസ് 15 lakh. AAAയുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 lakh rupees. കമ്പനി ഹാസ് ₹80 lakhs ഓഫ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മളോട് എത്ര ഉണ്ട്, 80 lakhs ഉണ്ട്. അതിൽ 60% ഡെറ്റാണ്, ബാക്കി 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റിയാണ്. ഇൻ അഡീഷൻ AAA ട്രൈസ് ടു മെയിൻറ്റെയിൻ എ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിയർ 12%. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% ആണ്. കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് ഇൻകം ഓർ എബിറ്റ്. പിന്നെ എക്കണോമിക് വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യുക. AAA ഹാസ് 5 lakh ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കോർഡിംഗ് ടു ദ EVA വാല്യൂ യു കമ്പ്യൂട്ടഡ് ഇൻ പാർട്ട് ബി. നിങ്ങൾ ഈ പാർട്ട് ബിയിൽ കമ്പ്യൂട്ട് ചെയ്ത് EVA വാല്യൂവിനെ ബേസ് ചെയ്ത് എത്ര ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യണം, എത്ര ഡിവിഡൻഡ് കൊടുക്കാമെന്നാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എബിറ്റ് എന്താണെന്ന് നോക്കാം. ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇൻകം ലെസ് ടാക്സ് എമൗണ്ട് അല്ലേ. അപ്പോൾ ₹1 ഇവിടെ ടാക്സ് റേറ്റ് എത്ര തന്നേക്കുന്നത്, 40% ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അതായത് ₹1 ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 40 പൈസ എന്തായിരിക്കും, ടാക്സ് ആയിരിക്കും. അതായത് ഇവിടെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 60% ആണ് അല്ലേ. ടാക്സ് എന്ന് പറഞ്ഞാൽ 40% ആണ്. ₹100 ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ₹100 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ₹40 ടാക്സ് ആയിട്ട് പോയി, ബാക്കി ₹60 എന്തുള്ളൂ, ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ₹100 പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സ് ₹40, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ ഇവിടെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 12 lakh ആണ്. 12 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ആണ് അല്ലേ. 12 lakh എന്ന് പറഞ്ഞാൽ 60%, 40% ടാക്സ് ആണ്, ബാക്കി 60% ആണ് ഈ 12 lakh. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അറിയാം 12 lakh. അപ്പോൾ ഈ 12 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, 100 കാണാം അല്ലേ. അപ്പോൾ 12 lakh ഡിവൈഡഡ് ബൈ 60 into 100, അല്ലെങ്കിൽ 12 lakh മൾട്ടിപ്ലൈഡ് ബൈ 1 minus 0.4, അതായത് 12 ഡിവൈഡഡ് ബൈ 0.6 കിട്ടും. അപ്പോൾ ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 lakhs ആണ്. 12 lakh ഡിവൈഡഡ് ബൈ 60 into 100, 20 lakh ആണ് ടാക്സബിൾ ഇൻകം. ഇത് കഴിഞ്ഞ് 40% ടാക്സും കൂടി കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, 12 ലക്ഷം കിട്ടുന്നത്. അപ്പോൾ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് 20 lakh. ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്താ പഠിച്ചത്, നോ പാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഈ 20 lakhൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് പോർഷൻ എത്രയാണെന്നാണ് പറഞ്ഞത്, ഇവിടെ ഇൻട്രസ്റ്റ് പോർഷൻ 15 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, 20 lakh പ്ലസ് 15 lakh ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അഡ്ജസ്റ്റഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്, 35 lakh ആണ്. ഇനി EVA കാണണമെങ്കിൽ എബിറ്റ് ഇൻറ്റു 1 minus T. എബിറ്റ് ഇൻറ്റു 1 minus T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ടാക്സ് റേറ്റ് അല്ലേ. ടാക്സ് റേറ്റ് ഇവിടെ 40 ആണ്, 0.4. 1 minus 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6. അപ്പോൾ 35 lakh ഇൻറ്റു 0.6 മൈനസ് 0.2. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. 12% എന്ന് പറഞ്ഞാൽ 0.12. അപ്പോൾ 0.12 മൾട്ടിപ്ലൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, അതിവിടെ തന്നിട്ടുണ്ട് 80 lakh. അപ്പോൾ 35 lakh ഇൻറ്റു 0.6 മൈനസ് 0.12 ഇൻറ്റു 0.12 ഇൻറ്റു 80 lakh. അപ്പോൾ എത്രയാണ്, 35 lakh ഇൻറ്റു 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 lakh മൈനസ് 0.12 ഇൻറ്റു 80 lakh എന്ന് പറഞ്ഞാൽ 9,60,000. അപ്പോൾ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,40,000. അപ്പോൾ EVA നമുക്ക് 11,40,000 കിട്ടി. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ EVA വാല്യൂവിനെ ബേസ് ചെയ്ത് 5 ലക്ഷം ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ എത്ര ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ എന്താ, ഡയറക്റ്റ് ഇത് EVA ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ചെയ്താൽ മതി. അപ്പോൾ EVA എന്ന് പറഞ്ഞാൽ 11,40,000 ആണ്, ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് 5 lakh ആണ്. 11,40,000 ഡിവൈഡഡ് ബൈ 5 lakh എത്രയാണ്, ₹2.28 പെർ ഷെയർ ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.